ഹലോ, നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത്, ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഒരു ന്യൂസ്. 12 വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ കാമുകനെ കാഴ്ചവെച്ചത് 2.5 വർഷം. അപ്പോൾ അതിനെ ഒരു അമ്മ ഗണത്തിൽ പെടുത്താൻ പാടില്ല. ഒന്ന്, മൃഗങ്ങളിൻ്റെ കൂട്ടത്തിലും കൂട്ടാൻ പറ്റില്ല. കാരണം ഇന്നത്തെ മൃഗങ്ങൾക്കൊക്കെ മനുഷ്യരേക്കാൾ നല്ല ബുദ്ധിയിലാണ് മൃഗങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോൾ മൃഗങ്ങൾ എന്ന് പറയുന്നത് നാട്ടിലെ മനുഷ്യരാണ്. കാരണം പ്രവൃത്തികൾ അങ്ങനെയാണ്. പിന്നെ ഒരു പെണ്ണ് ഇല്ലെങ്കിൽ ഒരാണ് സ്വന്തം ഭാര്യ ഉള്ളപ്പോൾ വേറെ പെണ്ണിൻ്റെ അടുത്ത് പോകുന്നു. ഭർത്താവുള്ളപ്പോൾ കാമം തീർക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ ആണുങ്ങളുടെ അടുത്ത് പോകുന്നു. അപ്പോൾ ഈ വികാരം എന്ന് പറയുന്ന ഒരു സാധനം കല്യാണം കഴിഞ്ഞ് മക്കളും കുട്ടികളായിട്ടും അതിനൊരു ശമനം പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും കിട്ടുന്നില്ലെങ്കിൽ അത് എന്താ ജീവിതം എന്ന് പറയാൻ പറ്റില്ല. കാമം തീർക്കാനും പൈസ ഉണ്ടാക്കാനും വേണ്ടി പെണ്ണുങ്ങൾക്ക് ദൈവം കൊടുത്ത ഒരു സാധനമാണ് ആ പൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് കോടികൾ വരെ ഉണ്ടാക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ കർമ്മ കാലം തിരിച്ചു ചോദിക്കുന്ന ഒരു കാലം വരും. കാരണം ഒരു കുടുംബമുള്ള ഒരു പെണ്ണ് കുടുംബമുള്ള ഒരാണിൻ്റെ കൂടെ പോയിട്ട് ആ കുടുംബത്തിനെയും ചതിച്ചിട്ട്, ഇല്ലെങ്കിൽ ഒരാണ് ഭാര്യയെയും മക്കളെയും വിട്ടിട്ട് അവളിനെ ചതിച്ചിട്ട് വേറൊരു പെണ്ണിൻ്റെ കൂടെയും പോകുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഈ ചോരത്തിളപ്പുള്ള സമയത്ത് ഇത് തീർക്കാൻ വേണ്ടി നെട്ടേട്ടം ഓടുന്ന പെണ്ണുങ്ങളും കാമം തീർക്കാൻ വേണ്ടി ഓടുന്ന ആണുങ്ങളും ഒന്ന് ചിന്തിക്കണം. കുറച്ച് കാലവും കൂടി കഴിയുമ്പോൾ ഈ നെട്ടോട്ടം എല്ലാം കഴിഞ്ഞ് ഒരു കാലം വരും. അന്ന് ആരും ഉണ്ടാവില്ല. കാരണം സ്ത്രീക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അതിൻ്റെ സമയം കഴിഞ്ഞു. പണ്ടുള്ളവർ എപ്പോഴും പറയേ ചന്തിപ്പണം ചിന്തിപ്പോകുന്നു. അത് ഒരു സത്യമാണ്. കാരണം വെറുക്കപ്പെട്ട ഒരു സ്ത്രീനെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാകില്ല. വെറുക്കപ്പെട്ട ഒരു പുരുഷനെയും തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാകില്ല. കാരണം എല്ലാ ജനങ്ങളും എന്ത് പറയുന്നറിയാം, അവൻ ചെറുപ്പത്തിൽ ഒരുപാട് നടന്നില്ലേ പോയില്ലേ. ഇല്ലെങ്കിൽ പെണ്ണിനെ പറയാം, അവൾ നല്ല പ്രായത്തിൽ കുറേ ഓടിയതാണ്, അപ്പോൾ അനുഭവിക്കട്ടെ. ഇന്ന് കാശുണ്ടാകുമ്പോൾ, അതായത് വേണ്ടാത്ത രീതിയിൽ കാശുണ്ടാക്കി അത് വാങ്ങി തിന്നുന്ന കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പരിധി വരെയുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കർമ്മഫലം എന്നുള്ളത് അനുഭവിക്കുമ്പോൾ അന്ന് ആലോചിക്കും സത്യം എന്തായിരുന്നു, ആ സത്യം എന്തായിരുന്നു എന്ന്. എന്നായാലും സത്യമേ വിജയിക്കുകയുള്ളൂ. ഈ ഓടുന്ന ഓട്ടങ്ങളെല്ലാം നിൽക്കുന്ന ഒരു സമയം വരും. അന്ന് ദൈവം ഒരു പിടുത്തം പിടിക്കും, കർമ്മഫലം എന്നുള്ളത്.